പുല്ലിന്റെ പുറകെയല്ല പെണ്ണിന്റെ പുറകെയാണ്. ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മളുടെ അസർബൈജാനിലെ 3rd ഡേ ആണ് കേട്ടോ. ഹോട്ടൽ വ്യൂ നൈസ്. കൊള്ളാല്ലേ? 3rd ഡേ ഫുൾ ഡേ നമ്മൾ ഗബാലയിലായിരുന്നുണ്ട്. ഗബാലയിൽ ഒരു ഗ്ലാം സ്റ്റേ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ 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 വ്യൂ ആയിരുന്നു അവിടെ. ചൂടടാ ഇതിനകത്ത്. ഇവിടെ മുകളിൽ കിടക്കാടാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെർമൽ ഹൗസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഒരു ഗ്ലാം സ്റ്റേ. ഞാൻ മാത്രമല്ല, അവരും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് മുഖത്ത് കാണുന്നതൊക്കെ. അടുത്ത് എന്തായാലും വെറുതെ ആയിട്ടില്ല, പൈസ മുതലായിട്ട്. സൂപ്പർ ആയിരുന്നു അവിടെ. അമ്പാടി, നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നമ്മുടെ സ്റ്റേയുടെ അവിടുന്ന് കുറച്ചധികം യാത്ര ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മളൊരു കേബിൾ കാർ റൈഡിന് പോവുകയാണ്. തുഫാന്താങ്കിലാണ് അതുള്ളത്, തുഫാന്താങ് മൗണ്ടൻ റിസോർട്ടിൽ. നമ്മള് മാത്രമേ ഉള്ളൂ. ആണോ? ഇഷ്ടമാണോ? പേടിയുണ്ടോ? കരയുവോ? ഉറപ്പാണേ? അടി, നിനക്ക് പേടിയുണ്ടോടി? ചെറുതായിട്ട് കുറച്ച്, എന്നാലും കേറിക്കോ. ഇതൊരു ചെറിയ ബാലൻസിന്റെ വേണ്ട, ഒരു പ്രശ്നമില്ല ചേട്ടാ. വലത്തേക്കാല് ഫ്രണ്ട് വെക്കുമ്പോ റൈറ്റിലേക്ക് ബാക്കി വെച്ചാൽ മതി. ധൈര്യമായിട്ട് കയറിക്കോ, ഞാനില്ലേ ഇവിടെ. അങ്ങനെ എനിക്ക് എന്തായാലും പേടിയില്ല ഗൈസ്. ചെവി അടഞ്ഞു താഴെ. ഇങ്ങനെ പേടിക്കല വില കളയാനായിട്ട്. രാത്രിയിൽ കൊണ്ടുപോവാ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഹായ് സുഭാഷ്. നമ്മളെത്തി. നമ്മൾ ഇങ്ങനെ കറങ്ങിയിട്ട് ഇതര തിരിച്ചു പോവാണ്. അവിടെ നിന്ന് അങ്ങനെ കറങ്ങി നമ്മൾ അടുത്തത് പോകുന്നത് ഗബാല വാട്ടർഫോളിലോട്ടാണ്. ഇതാണ് അവിടുത്തെ ഒരു ടോട്ടൽ വ്യൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഒത്തിരി മുകളിലോട്ട് നമുക്ക് കയറി പോകണം, എന്നാലേ കറക്റ്റ് വാട്ടർഫോളിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാണുമ്പോൾ അടുത്താണെന്ന് തോന്നും, പക്ഷെ അല്ല ഗൈസ്, ഒരുപാട് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര വലിയ വാട്ടർഫോൾ എന്നൊന്നും പറയാനില്ല, ചെറുത്. പക്ഷെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അതൊരു ഫീലാണ്. അത് നല്ല അടിപൊളിയാണ്. അയ്യോ പോ. അനബെല്ല വെല്ലം വരുവോ? അനബെല്ല അമ്മേ, ആദ്യമായിട്ട് ഞാൻ ഇത്രയും കയറുന്നേ. അമ്മേ വയ്യ. അയ്യോ. തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഞാനും അമ്പാടിയും കൂടെ ഒരു കുതിര സവാരിയൊക്കെ നടത്തിയിട്ടാ. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു? കുതിരക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോണടിക്കണം? കുതിരോട് പോകാൻ പറഞ്ഞതാ. ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട് ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല പെണ്ണിന്റെ പുറകെയാണ്. വളക്ക്. അങ്ങനെ നൊഹൂർ ലേക്ക് വ്യൂ ഒക്കെ കണ്ട് ഒരു പിജ്ജയൊക്കെ കഴിച്ച് ഞങ്ങളുടെ അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. അപ്പം ഇനി അടുത്ത ദിവസം കാണാം. ബൈ.